എമ്പുരാൻ കത്തിക്കയറ് 100 കോടി ക്ലബിലേക്കും എത്തിയപ്പോൾ മോഹൻലാലിന്റെ കേണൽ പദവി തെറിക്കുമെന്നായി. മോഹൻലാൽ ഈ രാജ്യത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ എന്ന നിലയിൽ ഗുജറാത്ത് കലാപം പോലെയുള്ളതൊക്കെ പകർത്തിയാടിയ ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് ഒന്നും നോക്കാതെ ആയിരിക്കില്ല അഭിനയിച്ചിട്ടുണ്ടാവുക. അപ്പോൾ കൃത്യമായ അജണ്ടയിന്മേൽ തയ്യാറാക്കിയ സിനിമ എന്ന തരത്തിൽ എമ്പുരാനിൽ അഭിനയിച്ച മോഹൻലാലിന്റെ കേണൽ പദവി യാതൊരു ആനുകൂല്യങ്ങളും പറ്റുന്നില്ല എങ്കിലും അതൊരു ബഹുമാനം അർഹിക്കുന്ന വലിയ പദവിയാണ്. അതുകൊണ്ട് അത് തിരിച്ചെടുക്കണം എന്നാണ് BJP ദേശീയ കൗൺസിൽ അംഗമായ C. രഘുനാഥ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം. സിനിമയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അത് പ്രദർശിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊന്നും ഞങ്ങൾ ആരും തന്നെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ്. ഇതിനകത്തൊരു യഥാർത്ഥ അജണ്ടയുണ്ട്. ഇന്ത്യയിലെ ഇന്ന് ഭരിക്കുന്ന ഭരണകൂടത്തെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമം, ബോധപൂർവമായ ശ്രമം ഇതിൻ്റെ പുറകിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആരെയൊക്കെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ശ്രമം ആ പടത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതൊന്നുകിൽ കമേഴ്ഷ്യലായിരിക്കും, അല്ലെ അതിൽ മതപരമായ ചില അംശങ്ങളുണ്ടാവും. അതിലൊരു മുൻനിര നായകൻ കൂടിയായ പൃഥ്വിരാജാണ് അതിൻ്റെ സംവിധായകൻ, മോഹൻലാലാണ് അതിലെ നായകൻ. അവർ ബോധപൂർവമായൊരു ശ്രമം നടത്തിയെന്നാണോ? മോഹൻലാലിനെ പോലെയുള്ള ആൾ ഒരു കഥ വായിക്കാതെ ഒരു സിനിമ ഏറ്റെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോഹൻലാൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ്. ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞു നടക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നിൽക്കുന്നവരൊക്കെ അവമതിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ എടുത്തപ്പോൾ അതൊന്നും അയാൾ അറിയാതെ ചെയ്തു എന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധ്യമല്ല. ലഫ്റ്റനന്റ് കേണൽ പദവി അദ്ദേഹത്തിന് തിരിച്ചു വാങ്ങണം. ആനുകൂല്യങ്ങളൊന്നും പറ്റിയെന്നില്ലെങ്കിലും ഒരു വലിയ പദവിയല്ലേ. ആ പദവി വഹിക്കുന്ന ഒരാൾ ഇത്തരത്തിലുള്ള ഇന്ത്യ ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു പടയോട്ടത്തിന് അദ്ദേഹം നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തിരിച്ചു വാങ്ങണമെന്നുള്ള അഭിപ്രായം. ഞങ്ങളതിന് കേസും പോകും, തിരിച്ചു വാങ്ങണമെന്ന് ആവശ്യപ്പെടും. BJP ഏതായാലും ഇതിനെതിരെ ഒരു പ്രചാരണത്തിന് പോകേണ്ട തീരുമാനമാണ് ഇന്ന് പോലും എടുത്തത്. എന്തായാലും BJP അതിന് ലൈറ്റായിട്ട് എടുക്കുന്നൊന്നും എൻ്റെ വിശ്വാസമില്ല. പക്ഷേ വ്യക്തിപരമായി ഇത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരാണ്. എന്നാൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റ രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാട് ഇതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമാണ്. സിനിമയായിട്ട് കാണണമെന്ന് പറയുന്ന BJP സെക്രട്ടറി MT രമേശും അത് തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. ആ കാര്യം എടുത്തു വെച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് സിനിമയെ സിനിമയായിട്ട് കാണണമെന്നും താൻ സിനിമ കാണാൻ പോകുമെന്നും ഒക്കെ. എന്തായാലും അധികാരമേറ്റു മൂട്ടിൽ തീ പിടിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖറിന്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഇന്നലെ MT രമേശ് പറഞ്ഞില്ലേ, സിനിമയെ സിനിമയായിട്ട് കാണണം പറഞ്ഞില്ലേ? അതാണ് ഞങ്ങളുടെ പാർട്ടിന്റെ വിവാദങ്ങളൊക്കെ അനാവശ്യമാണ്. പല ഒരു റൈറ്റ് വിങ് ആയിട്ടുള്ള പല സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിങ്ങളല്ലേ ഉണ്ടാക്കുന്നത്? ഞാൻ ഉണ്ടാക്കിയോ? എന്തിനാ ഓരോന്ന് പറഞ്ഞത്? സമൂഹ മാധ്യമങ്ങളടക്കം യുവമോർച്ച നേതാക്കളടക്കം സിനിമ ബഹിഷ്കരിക്കണമെന്നൊരു ആഹ്വാനങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ അതൊക്കെ അത് എന്നോട് എന്തിനാ ചോദിക്കുന്നത്? അവരോട് പോയി ചോദിക്കുക. സംസ്ഥാനത്തെ BJP അധ്യക്ഷനാണ്. അപ്പൊ ഞാനാ പറഞ്ഞത്? ഞാൻ പറഞ്ഞത് BJP പ്രവർത്തകർമേൽ അങ്ങേക്ക് അപ്പൊ അവരോട് അവരുടെ MT രമേശ് ഞങ്ങളെ ജനറൽ സെക്രട്ടറി ഇന്നലെ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു സിനിമയാണ്, സിനിമയായിട്ട് കാണണം. ഈ വിവാദങ്ങളൊന്നും ആവശ്യമില്ല, വിവാദങ്ങളുടെ ഒന്നും ഒരു ആവശ്യമില്ല. അല്ലെ, നിങ്ങളാണോ കോമന്ററി ചെയ്യുന്നത്? എന്താണ് അതിൽ ക്വസ്റ്റ്യൻ ഉണ്ടോ, ആൻസർ ഉണ്ടോ? എന്താ പറയുന്നത്? നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് തന്നെ BJP സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്ത ശേഷം അദ്ദേഹം പിന്നീട് ഡൽഹിയിലാണ് ഇപ്പോൾ വിമാനമിറങ്ങിയ ശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത്. എന്തായാലും എമ്പുരാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടി നിലപാട് എന്താണെന്ന് MT രമേശ് പറഞ്ഞതാണ്. സിനിമയെ സിനിമയായി തന്നെ കാണണം, മറ്റൊരു തരത്തിലും സിനിമയ്ക്കെതിരെ പ്രതിഷേധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് MT രമേശ് പറഞ്ഞത്. അതാണ് പാർട്ടി നിലപാടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം BJP പ്രവർത്തകർ സിനിമയ്ക്കെതിരെ ഉയർത്തുന്ന പ്രതിഷേധങ്ങൾ, അതിനെതിരെ ഉയർത്തുന്ന വിമർശനങ്ങൾ, സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരുന്ന വിമർശനങ്ങളിൽ അതാരാണോ അത്തരത്തിൽ വിമർശിക്കുന്നത്, പ്രതിഷേധിക്കുന്നത് അവരോട് ചോദിക്കണമെന്നാണ് ഇപ്പോ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചത്.